ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 24-ാം അധ്യായം സൂറത്തുൻ നൂറിലെ ആദ്യ 3 ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് ഇൻഷാ അല്ലാഹ് 4, 5 എന്നീ 2 ആയത്തുകൾ നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വല്ലസീന യർമൂനൽ മുഹ്സനാതി സുമ്മ ലം യഅ്തൂ ബിഅർബഅതി ശുഹദാഅ ഫജ്ലിദൂഹും 80 ജൽദതൻ വലാ തഖ്ബലൂ ലഹും ഷഹാദതൻ അബദാ വഉലൈക ഹുമുൽ ഫാസിഖൂൻ ഇല്ലല്ലസീന താബൂ മിൻ ബഅദി സാലിക വഅസ്ലഹൂ ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം. കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കി, നല്ലവരായ ആളുകൾ എപ്പോഴും നല്ലവരായ ആളുകളെയാണ് കല്യാണം കഴിക്കുക. അതേസമയം തെറ്റായ രൂപത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് അവരുടെ ആ ഒരു തെറ്റിലൂടെ നീങ്ങണമെങ്കിൽ അവർക്ക് അതിന് യോജിച്ച തരത്തിലുള്ള ഒരു ഇണയെയാണ് അവർ സ്വീകരിക്കുക. അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നു, വല്ലസീന യർമൂന. റമ എന്ന് പറഞ്ഞാൽ ശരിക്ക് വാക്കർത്ഥം എറിഞ്ഞു എന്നാണ്. റമ എറിഞ്ഞു, എർമീ എറിയും, എറിയുന്നു, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇവിടെ റമ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരോപണം ഉന്നയിച്ചു, അപവാദം പറഞ്ഞു എന്നൊക്കെയാണ്. വ്യഭിചാരാരോപണമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആരോപണം ഉന്നയിച്ചു. എർമീ എന്ന് പറയുമ്പോൾ അവൻ ആരോപണം ഉന്നയിക്കും, ആരോപണം ഉന്നയിക്കുന്നു. യർമൂന അവർ ആരോപണം ഉന്നയിക്കുന്നു, അല്ലെങ്കിൽ അവർ ആരോപണം ഉന്നയിക്കും. അതിൻ്റെ മുമ്പിൽ അല്ലദീന ചേർക്കുമ്പോൾ അങ്ങനെയുള്ളതായ ഒരു കൂട്ടർ. അല്ലദീന എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളതായ ഒരു കൂട്ടർ. അപ്പോൾ അല്ലദീന യർമൂന എന്ന് പറയുമ്പോൾ ആരോപണം ഉന്നയിക്കുന്നതായ ഒരു കൂട്ടർ എന്ന് പറഞ്ഞാൽ ആരോപണം ഉന്നയിക്കുന്നവർ, അപവാദം പറയുന്നവർ, വ്യഭിചാരാരോപണം നടത്തുന്നവർ. തുടക്കത്തിലുള്ള വാവ് ഇസ്തിനാഫിയുടെ വാവാണ്. ഒരു പുതിയ കാര്യം പറയാണ്, അല്ലെങ്കിൽ ഒരു പുതിയ വിഷയം പറയാണ്. അപ്പോൾ അതിനർത്ഥം കൊടുക്കണമെന്നില്ല. വല്ലസീന യർമൂന, വ്യഭിചാരാരോപണം നടത്തുന്നവർ, അല്ലെങ്കിൽ ആരോപണം നടത്തുന്നവർ, അപവാദം പറയുന്നവർ. ആരെക്കുറിച്ച്? അൽ മുഹ്സനാത്തി. മുഹ്സനത്ത് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് മുഹ്സനാത്ത്. സൽവൃത്തകളായ സ്ത്രീകൾ, ചാരിത്രം സംരക്ഷിക്കുന്ന സ്ത്രീകൾ. അഹ്സ്വന എന്ന് പറഞ്ഞാൽ ചാരിത്രം സംരക്ഷിച്ചു, അല്ലെങ്കിൽ ഏറ്റവും നല്ല രൂപത്തിൽ ജീവിച്ചു എന്നുള്ള അർത്ഥമാണ് കിട്ടുക. അഹ്സന. ഹിസ്ൻ എന്ന് പറഞ്ഞാൽ കോട്ടയാണ്. അപ്പോൾ ഒരു സംരക്ഷണ വലയത്തിൻ്റെ ഉള്ളിൽ ജീവിക്കുന്നവർ, ഏറ്റവും നല്ല സ്വഭാവത്തോടു കൂടി നല്ല ഒരു ജീവിതം നയിക്കുന്നവർ, ആ ഒരു നന്മയുടെ കോട്ടയ്ക്കകത്ത് ജീവിക്കുന്നവർ. മുഹ്സനാത്ത് എന്ന് പറയുമ്പോൾ ചാരിത്രം സംരക്ഷിക്കപ്പെട്ട സ്ത്രീകൾ, നല്ലവരായ സ്ത്രീകൾ. അപ്പോൾ അവരെക്കുറിച്ച് അപവാദം പ്രചരിപ്പിക്കുന്നവർ. സുമ്മ പിന്നെ, ലം യഅ്തൂ. അതാ എന്ന് പറഞ്ഞാൽ വന്നു എന്നർത്ഥം. യഅ്തൂ വരും, വരുന്നു. യഅ്തൂന അവർ വരും, അവർ വരുന്നു. ഇതിൻ്റെയൊക്കെ കൂടെ ഒരു ബി വന്നു കഴിഞ്ഞാൽ, ഈ വന്നു എന്നുള്ളതിൻ്റെ കൂടെ ബി വരുമ്പോൾ കൊണ്ടുവന്നു എന്നുള്ള അർത്ഥം കിട്ടും. അതാ ബി, കൊണ്ടുവന്നു. ഇവിടെ അതേപോലെ യഅ്തൂന എന്നുള്ളതിൻ്റെ കൂടെ ബി വന്നിട്ടുണ്ട്. ബി അർബഅത്തി എന്നുള്ളതിൻ്റെ തുടക്കത്തിലുള്ള ബി ഇതിനോട് കൂടെ ചേർത്താണുള്ളത്. അപ്പോൾ യഅ്തൂന എന്നുള്ളതിൻ്റെ കൂടെ ബി വരുമ്പോൾ അവർ കൊണ്ടുവന്നു എന്നർത്ഥം കിട്ടും. അതിൻ്റെ തുടക്കത്തിൽ ലം വരുമ്പോൾ യഅ്തൂന എന്നുള്ളത് യഅ്തൂ എന്നായിട്ട് മാറും. ലം യഅ്തൂ ബി, കൊണ്ടുവന്നില്ല. ലം എന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്തില്ല, കഴിഞ്ഞ കാലത്ത് സംഭവിച്ചില്ല എന്നുള്ള രൂപത്തിലാണ് അർത്ഥം കിട്ടുക. അപ്പോൾ ലം യഅ്തൂ ബി, അവർ കൊണ്ടുവന്നില്ല. സുമ്മ ലം യഅ്തൂ ബി, പിന്നെ അവർ കൊണ്ടുവന്നില്ല. അർബഅത്തി ശുഹദാ. അർബഅത്ത് 4, ശുഹദാ സാക്ഷികൾ. അർബഅത്തി ശുഹദാ 4 സാക്ഷികളെ. ഫജ്ലിദൂഹും, ഫ അപ്പോൾ ഇജ്ലിദൂ, ഇത് നമ്മൾ മുമ്പ് പഠിച്ചതാണ്. ജലദ അടിച്ചു, ഇജ്ലിദ് നീ അടിക്ക്, ഇജ്ലിദൂ നിങ്ങൾ അടിക്കുവീൻ, ഇജ്ലിദൂഹും നിങ്ങൾ അവരെ അടിക്കുവീൻ, ഫജ്ലിദൂഹും അപ്പോൾ നിങ്ങൾ അവരെ അടിക്കുവീൻ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവരെ അടിക്കുവീൻ. സമാനീന ജൽദത്തൻ, സമാനീന 80, ജൽദത്തൻ അടി, സമാനീന ജൽദത്തൻ 80 അടി വീതം അടിക്കുവീൻ. വലാ തഖ്ബലൂ, ഖബില എന്ന് പറഞ്ഞാൽ സ്വീകരിച്ചു എന്നാണ്.
യഖ്ബലു അവൻ സ്വീകരിക്കും, അവൻ സ്വീകരിക്കുന്നു. തഖ്ബലു നീ സ്വീകരിക്കും, നീ സ്വീകരിക്കുന്നു. തഖ്ബലൂന നിങ്ങൾ സ്വീകരിക്കും, നിങ്ങൾ സ്വീകരിക്കുന്നു. അതിൻ്റെ മുമ്പിൽ ലാ വരുമ്പോൾ ലാ തഖ്ബലു നിങ്ങൾ സ്വീകരിക്കരുത്. അതൊരു കൽപ്പനക്രിയയായിട്ട് വരും, അവസാനത്തെ നൂന് പോവും. ലാ തഖ്ബലു നിങ്ങൾ സ്വീകരിക്കരുത്. നമ്മൾ ഈ നിക്കാഹിൻ്റെയൊക്കെ സമയത്ത് ഖബിൽ തു എന്ന് ചൊല്ലിക്കൊടുക്കാറുണ്ടല്ലോ. ഖബിൽ തു ഞാൻ സ്വീകരിച്ചു ആ അർത്ഥത്തിൽ. ഇനി വലാ തഖ്ബലു നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്യരുത്. അതിൻ്റെ തുടക്കത്തിലുള്ള വാവ് അത്തിഫിൻ്റെ വാവാണ്, എന്നർത്ഥത്തിൽ. ലഹും അവരുടെ, ഷഹാദത്തൻ സാക്ഷ്യം. അപ്പോൾ വലാ തഖ്ബലു ലഹും ഷഹാദത്തൻ അവരുടെ സാക്ഷ്യം നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്യരുത്. അബദൻ ഒരിക്കലും. വ ഉലായിക്ക വാവ് ഇസ്തിനാഫിയുടെ വാവാണ്, അർത്ഥം കൊടുക്കേണ്ടതില്ല. ഉലായിക്ക അക്കൂട്ടർ, ഹും അവർ തന്നെയാണ്, അൽ ഫാസിഖൂൻ. ഫസഖ എന്ന് പറഞ്ഞാൽ തോന്നിയവാസം ചെയ്തു അല്ലെങ്കിൽ തെറ്റായ രൂപത്തിൽ ജീവിച്ചു, ആ അർത്ഥമാണ് കിട്ടുക. ഫാസിഖ് ദുർനടപ്പുകാരൻ, തെറ്റായ രൂപത്തിൽ ജീവിക്കുന്നവൻ, തോന്നിയവാസിയായി ജീവിക്കുന്നവൻ. അതിൻ്റെ ബഹുവചനമാണ് ഫാസിഖൂൻ, തോന്നിയവാസികൾ, ദുർനടപ്പുകാർ. അപ്പോൾ വ ഉലായിക്ക ഹുമുൽ ഫാസിഖൂൻ അക്കൂട്ടർ അവർ തന്നെയാണ് തോന്നിയവാസികൾ, അവർ തന്നെയാണ് ദുർനടപ്പുകാർ. ഈ ആയത്തിൻ്റെ ഒന്നിച്ചുള്ള അർത്ഥം പറയുമ്പോൾ വല്ലസീന യർമൂനൽ മുഹ്സനാത്തി സുമ്മല്ലം യഅ്തൂബി അർബഅത്തി ശുഹദാഅ ഫജ്ലിദൂഹും സമാനീന ജൽദത്തൻ വലാ തഖ്ബലൂ ലഹും ഷഹാദത്തൻ അബദാ വ ഉലായിക ഹുമുൽ ഫാസിഖൂൻ. സൽവൃത്തകളായ സ്ത്രീകളെക്കുറിച്ച് അപവാദം പറയുകയും എന്നിട്ട് 4 സാക്ഷികളെ കൊണ്ടുവരാൻ സാധിക്കാതിരിക്കുകയും ചെയ്ത ആളുകളെ അവരെ നിങ്ങൾ 80 അടി വീതം അടിക്കുവീൻ. ഒരു കാലത്തും ഒരിക്കലും അവരുടെ സാക്ഷ്യം പിന്നീട് നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്യരുത്. അവർ തന്നെയാകുന്നു ദുർനടപ്പുകാർ. അടുത്ത ആയത്ത് ഇല്ല ഒഴികെ. അല്ലസീന താബു, താബ എന്ന് പറഞ്ഞാൽ പശ്ചാത്തപിച്ചു. താബു അവർ പശ്ചാത്തപിച്ചു. അതിൻ്റെ മുമ്പിൽ അല്ലസീന ചേർക്കുമ്പോൾ അങ്ങനെയുള്ളതായ ഒരു കൂട്ടർ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ. അല്ലസീന താബു പശ്ചാത്തപിച്ചവർ. ഇല്ലല്ലസീന താബു പശ്ചാത്തപിച്ചവർ ഒഴികെ. മിൻ ബഅദി സാലിക, മിൻ എന്ന് പറഞ്ഞാൽ ശരിക്കർത്ഥം ഇൽ നിന്നാണ്. ബഅദ് ശേഷം, സാലിക അത്. അപ്പോൾ അതിന് ശേഷം അതിൽ നിന്ന് പറയുമ്പോൾ അത് ശരിക്ക് അറബിയിലൊരു പദപ്രയോഗമാണ്, സായിദായിട്ട് വന്നതെന്ന് പറയും. അതിന് ശേഷം തന്നെ എന്നൊരു ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. മിൻ ബഅദി സാലിക അതിന് ശേഷം. വ അസ്ലഹൂ, അസ്ലഹ നല്ല രൂപത്തിൽ ജീവിക്കുക. അസ്ലഹൂ അവർ നല്ല രൂപത്തിൽ ജീവിച്ചു. വ അസ്ലഹൂ അവർ നല്ല രൂപത്തിൽ ജീവിക്കുകയും ചെയ്തു, അല്ലെങ്കിൽ അവർ നന്നായി തീരുകയും ചെയ്തു. അവർ നന്നാക്കുകയും ചെയ്തു എന്നുള്ള അർത്ഥമുണ്ട്. നന്നാക്കുക എന്നുള്ള അർത്ഥമുണ്ട്, നന്നാവുക എന്നുള്ള അർത്ഥമുണ്ട്. അപ്പോൾ വ അസ്ലഹൂ അവർ നന്നാവുകയും ചെയ്തു, അല്ലെങ്കിൽ അവർ നന്നാക്കുകയും ചെയ്തു. ഫ ഇന്നല്ലാഹ, ഫ അപ്പോൾ ഇന്ന നിശ്ചയമായും, അല്ലാഹ അല്ലാഹു നിശ്ചയമായും അല്ലാഹു, ഗഫൂറുൻ ഏറെ പൊറുക്കുന്നവനാണ്, പാപങ്ങൾ പൊറുക്കുന്നവനാണ്, റഹീമുൻ കരുണാനിധിയാണ്. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം ഇല്ലല്ലസീന താബൂ മിൻ ബഅദി സാലിക വ അസ്ലഹു അതിനുശേഷം പശ്ചാത്തപിക്കുകയും നന്നായി തീരുകയും ചെയ്തവർക്കൊഴികെ. ഫ ഇന്നല്ലാഹ ഗഫൂർ റഹീം അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. ഇനി നമുക്ക് ഈ 2 ആയത്തുകളുടെ വിശദീകരണം നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചു വ്യഭിചാരം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്ന്. ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. വ്യഭിചാരം വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ വ്യഭിചാര ആരോപണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സത്യസന്ധകളായി ജീവിക്കുന്ന അല്ലെങ്കിൽ സൽവൃത്തുകളായി ജീവിക്കുന്ന ആളുകളെക്കുറിച്ച് വ്യഭിചാര ആരോപണം പറഞ്ഞ് പ്രചരിപ്പിക്കുക, ഒന്നുമില്ലാത്ത ചില കാര്യങ്ങൾ പറഞ്ഞ്, ചില കെട്ടുകഥകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുക, അതിൽ ആസ്വാദനം കണ്ടെത്തുക. ഇവിടെ അള്ളാഹു ഉപയോഗിച്ച പദപ്രയോഗം വല്ലസീന യർമൂന എന്നാണ്. എറിയുന്നവർ. അവിടെ ശരിക്ക് വാക്കുകൾ കൊണ്ട് എറിയാണ്. എറിയുക എന്ന് പറയുമ്പോൾ ഒരാളുടെ മേൽ തട്ടിക്കഴിഞ്ഞാൽ അത് വേദനിക്കുമല്ലോ. ഇതേപോലെ വാക്കുകൾ കൊണ്ട് എറിയാണ്. അപവാദ പ്രചരണം എന്ന് പറയുമ്പോൾ ശരിക്കത് ആളെ എറിഞ്ഞ് പരിക്കേൽപ്പിക്കുന്ന പോലെ തന്നെയാണ്. വാക്കുകൾ കൊണ്ടാണ് എറിയുന്നത്. ക്രൂരമായ രൂപത്തിൽ അമ്പെയ്യാണ്. അങ്ങനെ ആ തരത്തിൽ ആളുകളെ വേദനിപ്പിക്കുന്ന, ആളുകൾക്ക് അപമാനത്തിന് കോട്ടമുണ്ടാക്കുന്ന, അതിൽ ആസ്വാദനം കണ്ടെത്തുന്ന ചില ആളുകളുണ്ട്. അങ്ങനെ ആരോപണം ഉന്നയിക്കുന്ന ആളുകളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആ തരത്തിൽ സത്യസന്ധകളായ ആളുകളെക്കുറിച്ച് വ്യഭിചാര ആരോപണം നടത്തുക.
ഇപ്പോൾ വ്യഭിചാരം നടത്തുക എന്നുള്ളത് ഒരു പ്രശ്നമേ അല്ലാത്ത രൂപത്തിലാണ്, അതിലൊന്നും യാതൊരു ലജ്ജയുമില്ലാത്ത രൂപത്തിലാണ്. അതുപോലെ തന്നെ വ്യഭിചാര ആരോപണം നടത്താനും ആർക്കും ഒരു മടിയുമില്ല. തൻ്റെ എതിരാളികളെ തോൽപ്പിക്കാൻ വേണ്ടി, അവരെ ഒന്ന് അടിച്ചമർത്താൻ വേണ്ടി, അത് രാഷ്ട്രീയത്തിലാവട്ടെ അല്ലെങ്കിൽ സംഘടനകളിലാവട്ടെ, തൻ്റെ എതിരാളികളെ ഒന്ന് തോൽപ്പിക്കാൻ വേണ്ടി വെറുതെ ആരോപണം ഉന്നയിക്കുക. ഇത്തരം ആരോപണങ്ങളുടെ പ്രത്യേകത, അത് മറ്റൊരാളടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പ്രചരിപ്പിക്കും. ചാനലുകളാവട്ടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളാവട്ടെ, അവർക്കൊക്കെ ഇത്തരം കാര്യങ്ങളാണ് കിട്ടിയതെങ്കിൽ പിന്നെ അതിൻ്റെ മേലെ ചർച്ചകളായി അതങ്ങ് വളരെ വലിയ പ്രചരണത്തിലേക്ക് കൊണ്ടുപോവാണ്. ഇവിടെ അള്ളാഹു പറയുന്നത്, അങ്ങനെ ആരോപണം ഉന്നയിച്ചതിന് ശേഷം 4 സാക്ഷികളെ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ആ ആരോപണം ഉന്നയിച്ചത് ആരാണെങ്കിലും അത് 4 സാക്ഷികളില്ല എങ്കിൽ അവരെയൊക്കെ 80 അടി വീതം അടിക്കണം. ആ ആരോപണം ഉന്നയിച്ചവരെയാണ് അടിക്കേണ്ടത്. വലാ തഖ്ബലൂ ലഹും ഷഹാദത്തൻ അബദ, പിന്നീട് അവരുടെ സാക്ഷ്യം ഒരിക്കലും സ്വീകരിക്കരുത്. അവർ തന്നെയാണ് ദുർനടപ്പുകാർ. നോക്കൂ നിങ്ങൾ, എത്ര ഗൗരവത്തിലാണ് അള്ളാഹു അത് പറയുന്നത്. അതായത് 3 ശിക്ഷകളാണ് പറഞ്ഞത്. ഒന്ന്, ആരോപണം ഉന്നയിച്ചതിന് ശേഷം അതിന് 4 സാക്ഷികളെ ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അവരെ 80 അടി വീതം അടിക്കണം. സാധാരണഗതിയിൽ എല്ലാ ആരോപണത്തിനുള്ള ശിക്ഷയല്ല ഇത് വ്യഭിചാര ആരോപണത്തിലുള്ള ശിക്ഷയാണ്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ഇവിടെ അൽ മുഹ്സനാത്ത്, സൽവൃത്തകളായി ജീവിക്കുന്ന, ചാരിത്രവതികളായി ജീവിക്കുന്ന സ്ത്രീകളെക്കുറിച്ചാണ് പറഞ്ഞത്. അവരുടെ മേലെ ആരോപണം ഉന്നയിക്കുന്നവർ. അപ്പോൾ ചാരിത്രവതികളായ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ അവരുടെ ചാരിത്രത്തിന് കോട്ടം തട്ടുന്ന ആരോപണം ഉന്നയിച്ചാൽ, അതേപോലെ തന്നെ 4 സാക്ഷികൾ എന്നുള്ള നിയമവും പറഞ്ഞു. ഈ 4 സാക്ഷികളെ കൊണ്ടുവരിക എന്നുള്ളതൊക്കെ വ്യഭിചാരത്തിന് ആയിട്ട് ബന്ധപ്പെട്ട ശിക്ഷകളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ആരോപണം ഉന്നയിക്കുമ്പോൾ അത് സാധാരണ ആരോപണമല്ല, വ്യഭിചാര ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാലാണ് ഇനി പറയുന്ന കാര്യങ്ങളുള്ളത്. എന്നിട്ട് അങ്ങനെ 4 സാക്ഷികളെ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അവരെയാണ് അടിക്കേണ്ടത്. അപ്പോൾ ശരിക്കും ഒരാൾ ഈ ഒരു തെറ്റ് കണ്ടാൽ, ഒരു വ്യഭിചാരം നടക്കുന്നത് ശരിക്കും കണ്ടു കഴിഞ്ഞാൽ, അയാൾ ഒറ്റയ്ക്കാണത് കണ്ടത് എങ്കിൽ അയാളത് പറയാൻ പാടില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം. അയാളത് പുറത്ത് പറയാൻ പാടില്ല, അയാളത് മറച്ചു വെക്കണം. കാരണം ഇത്തരം പ്രചരണം നാട്ടിലായിക്കഴിഞ്ഞാൽ ആളുകൾ ഇങ്ങനെ ആ ഒരു സമൂഹത്തിലുള്ള ആളുകൾ മുഴുവൻ ഇത്തരം സംസാരങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ അത് ആ ഒരു നാട്ടിൻ്റെ ആ ഒരു സംസ്കാരം തന്നെ അങ്ങനെയായി പോകും. കാരണം ഇത്തരം സംസാരങ്ങൾ ഇങ്ങനെ നന്നായിട്ട് നാടുകളിലൂടെ മുഴുവൻ സമയത്തും ഇത്തരം സംസാരങ്ങൾ നടന്നാൽ പിന്നെ അതിനൊന്നും ഒരു വിലയില്ലാത്ത രൂപത്തിൽ ആർക്കും അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യാനും, അല്ലെങ്കിൽ അതൊക്കെ ചെയ്യുന്നത് വലിയ കുഴപ്പമില്ല, എല്ലായിടത്തും ഉള്ളതല്ലേ എന്നുള്ള രൂപത്തിലേക്ക് അതങ്ങ് പോവുക ചെയ്യുക. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ അള്ളാഹു കൃത്യമായിട്ട് അതിൻ്റെ എല്ലാ മേഖലകളും അടക്കുകയാണ്. അത് ചെയ്ത ആളുകൾക്കുള്ള ശിക്ഷ പറഞ്ഞു, എന്നാൽ ആ നാട്ടിൽ അതിൻ്റെ സംസാരം തന്നെ ഇല്ലാതാവണം, അതിനെക്കുറിച്ചുള്ളൊരു ചർച്ച തന്നെ ഇല്ലാതാവണം. അഥവാ ആരെങ്കിലും കണ്ടാൽ തന്നെ അയാൾ മിണ്ടാതിരിക്കണം. ചെയ്ത ആൾക്കുള്ള ശിക്ഷ അള്ളാഹു കൊടുത്തോളും എന്നർത്ഥം. നിങ്ങളത് പ്രചരിപ്പിക്കാൻ നിൽക്കണ്ട. ഇനി ആരെങ്കിലും ആ തരത്തിൽ ആരോപണം ഉന്നയിക്കുകയാണെങ്കിൽ 4 സാക്ഷികൾ ഉണ്ടാവണം. ഇല്ലെങ്കിൽ ഉന്നയിച്ചവനാണ് കുറ്റം. അവൻ ശരിക്ക് കണ്ടതായിരിക്കാം. ചിലപ്പോൾ 2 പേരുണ്ടാവും, ആ 2 പേരും ശരിക്ക് കണ്ടിട്ടുണ്ടാവും. പക്ഷേ എങ്കിലും ആ 2 പേരും മിണ്ടാതിരിക്കണം. അവരത് പറയാൻ പാടില്ല. കാരണം അതിൻ്റെ പ്രചരണം കൊടുക്കരുത്. അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. ആ ചെയ്ത ആൾക്കുള്ള ശിക്ഷ അള്ളാഹു കൊടുത്തോളും. നിങ്ങളായിട്ടത് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ നിൽക്കണ്ട എന്നർത്ഥം. അതേസമയം വ്യാപകമായ രൂപത്തിൽ ഒരു സാമൂഹ്യ തിന്മ എന്നുള്ള രൂപത്തിലേക്ക് എത്തിയാൽ, കുറേ ആളുകൾ കണ്ടു എന്ന് പറഞ്ഞാൽ പിന്നെ അതൊരു സാമൂഹ്യ തിന്മയായിട്ട് മാറുകയാണ്. അത് ആ നാട്ടിൽ അരാജകത്വമുണ്ടാക്കും. അത്തരം സന്ദർഭങ്ങളിൽ അത് കൂടുതൽ ആളുകൾ കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ സാക്ഷികൾ ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ആ തെറ്റ് ചെയ്ത ആൾക്ക് ശിക്ഷ കിട്ടും. അപ്പോൾ ഇവിടെ അള്ളാഹു പറയുന്നത്, ഒരാളോ 2 ആളോ ഒക്കെ കാണുകയാണെങ്കിൽ അത് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ നിൽക്കരുത്. ആ പറഞ്ഞ ആൾക്കാണ് ശിക്ഷ കൊടുക്കുക. ഇനി എന്താണ് ശിക്ഷ? 80 അടിയാണ് ശിക്ഷ. വ്യഭിചരിച്ച ആൾ, കല്യാണം കഴിക്കാത്ത ആൾ വ്യഭിചരിച്ചു കഴിഞ്ഞാലുള്ള ശിക്ഷ എത്രയാണ്? 100 അടിയാണ്. അപ്പോൾ വ്യഭിചരിച്ചവനുള്ള ശിക്ഷയും ഈ ആരോപണം ഉന്നയിച്ചതിനുള്ള ശിക്ഷയും തമ്മിൽ ആകെ 20 അടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ആ വ്യഭിചരിച്ച ആ തെറ്റിനോളം വരും ഏകദേശം ഈ തെറ്റും.
വ്യഭിചരിച്ചവൻ ചെയ്യുന്ന തെറ്റിനോളം തന്നെ വരും വ്യഭിചാരാരോപണം ഉന്നയിക്കുന്നവൻ്റെ തെറ്റും. അത് വളരെ വലിയ ഗൗരവമുള്ള തെറ്റാണെന്നർത്ഥം. മാത്രമല്ല ഇസ്ലാമിൽ വളരെ പ്രാധാന്യമുള്ള പവിത്രമായി കാണുന്നതാണ് ഒരാളുടെ രക്തം, അയാളുടെ ധനം, അയാളുടെ അഭിമാനം, അയാളുടെ ജീവനൊക്കെ. ഇതൊക്കെ പവിത്രമാണ്. ഏറ്റവും അവസാനത്തെ പ്രസംഗത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ ആളുകളുടെ അഭിമാനത്തെ എത്രത്തോളം കാത്തു സൂക്ഷിക്കണമെന്നുള്ളത്. അതുകൊണ്ട് മറ്റൊരാളുടെ അഭിമാനത്തിന് കോട്ടം തട്ടുന്ന ഒന്നും നമ്മളുടെ അടുത്ത് നിന്ന് വന്നുകൂടാ, ഒരു മുസ്ലിമിൻ്റെ കയ്യിൽ നിന്നത് വന്നുകൂടാ. അതുകൊണ്ടാണ് ജനങ്ങളുടെ അവിഹിത ബന്ധത്തെയും അവരുടെ കൂട്ടുകെട്ടുകളെയും കുറിച്ചുള്ള എല്ലാ ചർച്ചകൾക്കും പൂർണ്ണമായ വിരാമമിടുകയാണ് അള്ളാഹു ചെയ്യുന്നത്. ഇത്തരം ചർച്ചകൾ സമൂഹത്തിൽ വ്യാപിക്കുന്നതോടെ അങ്ങനെ ചെയ്യാനുള്ള ഒരു പ്രവണത, അതിനുള്ളൊരു പ്രചോദനം പല ആളുകളുടെയും മനസ്സിൽ വരും. അപ്പോൾ ആ ഒരു ചർച്ച തന്നെ ഇല്ലാതാവണം. അപ്പോൾ ഇത്തരം ശക്തമായ ശിക്ഷകൾ കൊടുക്കുന്നതിലൂടെ കണ്ടാൽ പോലും അത് പറയാനുള്ള ഒരു ആഗ്രഹം മനസ്സിലുണ്ടാവരുത്. ആരെങ്കിലും അത് കണ്ടാൽ പോലും അത് പറയരുത്, പുറത്ത് പറയരുത്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്നവനാണ് അടി കിട്ടുക. അപ്പോൾ നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ ദൃഷ്ടിയിൽ ഈ പ്രചരിപ്പിക്കുന്നവന് അല്ലെങ്കിൽ ഈ ആരോപണം ഉന്നയിക്കുന്നവൻ ഏറ്റവും വലിയൊരു തെറ്റുകാരനാണ്, വളരെ വലിയ തെറ്റുകാരനാണ്. ഇനി മാത്രവുമല്ല, വളരെ നല്ല രൂപത്തിൽ ജീവിക്കുന്ന ഒരാളെക്കുറിച്ചാണത് പറയുന്നുണ്ടെങ്കിൽ, ഒരു സൽവൃത്തയായ സ്ത്രീ, ചാരിത്രവതിയായ ഒരു സ്ത്രീ, അങ്ങനെയുള്ള ഒരു സ്ത്രീയെക്കുറിച്ചാണത് പറയുന്നുണ്ടെങ്കിൽ ആ വ്യക്തി ചെയ്യുന്നത് 7 വൻ പാപങ്ങളിൽപ്പെട്ടൊരു പാപമാണ്. കാരണം ചാരിത്രവതികളായ സ്ത്രീകളെക്കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുക എന്നുള്ളത് 7 വൻ പാപങ്ങളിൽപ്പെട്ടതാണ്. അപ്പോൾ അത്രയും വലിയ തെറ്റാണ് ചെയ്യുന്നത് എന്നർത്ഥം. സാധാരണഗതിയിൽ ഒരു നാട്ടിൽ വിധവയോ അല്ലെങ്കിൽ വിവാഹമോചിതയായ സ്ത്രീയോ അല്ലെങ്കിൽ പ്രവാസികളായ ആളുകളുടെ ഭാര്യമാരോ ഒക്കെ ഒറ്റയ്ക്ക് ജീവിക്കുകയാണെങ്കിൽ യാതൊരു കാരണവുമില്ലാതെ അവരെക്കുറിച്ചൊക്കെ പലതും പൊടിപ്പും തങ്ങലും വെച്ച് പറഞ്ഞ് കൂട്ടുകയാണ്. അവർക്ക് മാനഹാനി വരുത്തുന്ന രൂപത്തിൽ, അവരുടെ ജീവിതത്തെ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിൽ പല തെറ്റായ പ്രചരണങ്ങളും പറഞ്ഞു പോവുകയാണ്. അത് കേൾക്കുന്ന ആളുകൾ ശരിയോ തെറ്റോ എന്ന് നോക്കാതെ മറ്റൊരാളുകളോട് അത് പങ്കുവെക്കുകയാണ്. പിന്നെ ആ വ്യക്തിയെ ആ കണ്ണോടുകൂടിയാണ് ആളുകൾ കാണുന്നത്. അത്തരം തെറ്റുകൾ ചെയ്യുന്നൊരു വ്യക്തി എന്നുള്ള രൂപത്തിലാണ് കാണുന്നത്. അവരൊരു പക്ഷേ ഇത് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല, അങ്ങനെയുള്ളൊരു തെറ്റിലേക്ക് പോകാത്തൊരു വ്യക്തിയായിരിക്കും. എന്നാലും ഏതെങ്കിലുമൊക്കെ ചില സാഹചര്യങ്ങൾ വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ സംശയത്തിൻ്റെ ദൃഷ്ടിയിലോ ഒക്കെ പലതും പറഞ്ഞ് പ്രചരിപ്പിക്കുക വളരെ ഗുരുതരമായ തെറ്റാണത്. ഇനി ഇവിടെ ഈ ആയത്തിൽ പറഞ്ഞത് വല്ലദീന യർമൂനൽ മുഹ്സനാത്തി എന്നാണ്. അതായത് സൽവൃത്തകളായ സ്ത്രീകളെക്കുറിച്ച് അപവാദം പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന പുരുഷന്മാർക്കുള്ള ശിക്ഷയെക്കുറിച്ചാണ് പറഞ്ഞത്. എന്നാൽ ഈ ശിക്ഷ അത് അവർക്ക് മാത്രമല്ല, ഇത് നല്ല രൂപത്തിൽ ജീവിക്കുന്ന പുരുഷന്മാരെക്കുറിച്ച് അപവാദം പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന സ്ത്രീകൾക്കും കൂടെ ഉള്ളതാണ്. അതായത് വ്യഭിചാര ആരോപണം പറയുന്ന സ്ത്രീകൾക്കും കൂടെ ഉള്ളതാണ്. ആയത്തിൽ അങ്ങനെ പറയാനുള്ള കാരണമായിക്കൊണ്ട് ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നത് ഏറ്റവും കൂടുതൽ ഇതിന് ഇരയായിക്കൊണ്ടിരിക്കുന്നത് സ്ത്രീകളാണ്. സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകളെക്കുറിച്ചാണ് മറ്റുള്ളവർ ഏറ്റവും കൂടുതൽ ഇത് പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വിധവയായ സ്ത്രീ അല്ലെങ്കിൽ വിവാഹമോചിത അല്ലെങ്കിൽ ഭർത്താവ് ഗൾഫിലാണ്, അത്തരം സ്ത്രീകളെക്കുറിച്ചൊക്കെ ഒരു കാരണവുമില്ലാതെ വെറുതെ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരാണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഇരകളായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവരെ ഇവിടെ എടുത്തുദ്ധരിച്ചത് എന്നതാണ് ഖുർആൻ വ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെട്ടുള്ളത്. എന്നാൽ അങ്ങനെയല്ലാതെ നേരെ തിരിച്ചുണ്ട്. നല്ല രൂപത്തിൽ ജീവിക്കുന്ന, ഏറ്റവും നല്ല അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ ജീവിക്കുന്ന സത്യവിശ്വാസികളായ പുരുഷന്മാരെക്കുറിച്ച് ഇങ്ങനെയുള്ള വ്യഭിചാര ആരോപണം നടത്തുന്ന സ്ത്രീകളുണ്ട്. അവർക്കും ഈ പറഞ്ഞ ആയത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ബാധകമാണ്. എന്ന് പറഞ്ഞാൽ അവർക്കും ഇതുപോലെ ഈ 4 സാക്ഷികളെ ഹാജരാക്കിയിട്ടില്ലെങ്കിൽ 80 അടി വീതം കൊടുക്കുക എന്നുള്ള കാര്യവും മറ്റുമൊക്കെ അവർക്കും ബാധകമാണ്. ഇനി അത് മാത്രമല്ല, ഈ 80 അടി കൊടുക്കണം. പിന്നീട് എന്താണ്? വലാ തഖബലൂ ലഹും ഷഹാദത്തൻ അബദ, അവരുടെ സാക്ഷ്യം പിന്നെ ഒരിക്കലും സ്വീകരിക്കരുതെന്നാണ്. അബദൻ എന്നാണ്. വലാ തഖബലൂ ലഹും ഷഹാദത്തൻ എന്ന് പറഞ്ഞ് നിർത്തിയിട്ടില്ല. അവരുടെ സാക്ഷ്യം പിന്നെ സ്വീകരിക്കരുതെന്നല്ല, അബദൻ, ഒരിക്കലും സ്വീകരിക്കരുത് എന്ന് പറഞ്ഞാൽ അത് വളരെ ഗുരുതരമായൊരു തെറ്റാണ് അവർ ചെയ്തത്. സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് സാക്ഷ്യം വഹിക്കാൻ, ചിലപ്പോൾ നിക്കാഹിൻ്റെയൊക്കെ സമയത്ത് അവിടെ 2 സാക്ഷികളെയൊക്കെ വിളിച്ചിട്ട് ഒപ്പിടുമല്ലോ, ആ സമയത്തൊന്നും സാക്ഷ്യത്തിന്, ഒരു ഇസ്ലാമികപരമായ ഒരു കാര്യത്തിനും സാക്ഷ്യം നിൽക്കാൻ ഇവരെ ഉപയോഗിക്കരുത് എന്നർത്ഥം. ഇവരെ സാക്ഷ്യത്തിന് പറ്റൂല, ഇവരെ മാറ്റി നിർത്തപ്പെട്ടു. വ ഉലായിക ഹുമുൽ ഫാസിഖൂൻ, അവർ തന്നെയാണ് ദുർനടപ്പുകാർ.
നോക്കൂ നിങ്ങൾ, അവർ മറ്റുള്ള ആളുകളെക്കുറിച്ചാണ് പറഞ്ഞത് അവർ ദുർനടപ്പുകാരാണെന്ന്. അള്ളാഹു അവരെയാണ് വിളിച്ചത്, ഈ ആരോപണം ഉന്നയിച്ചവരെയാണ് വിളിച്ചത്, നിങ്ങൾ തന്നെയാണ് ദുർനടപ്പുകാർ. ഒരു പക്ഷേ ഇദ്ദേഹം നേരിട്ട് കണ്ടിട്ടുണ്ടാവാം, ആ ഒരു തെറ്റ് നടക്കുന്നത് നേരിട്ട് കണ്ടിട്ടുണ്ടാവാം. ഇദ്ദേഹം കളവൊന്നും ആയിരിക്കണം എന്നില്ല പറയുന്നത്, പറയുന്ന കാര്യങ്ങൾ ശരി തന്നെയായിരിക്കും. പക്ഷേ ഒറ്റക്കാണ് കണ്ടത് അല്ലെങ്കിൽ 2 പേരാണ് കണ്ടത് എന്നിട്ടത് പറയുകയാണെങ്കിൽ അതൊരു വലിയ തെറ്റായിട്ടാണ് അള്ളാഹു എണ്ണുന്നത്. അത് വളരെ വലിയ തെറ്റാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ പറയുന്ന ആളുകൾ, അവർ കണ്ടത് ശരി തന്നെയാണെങ്കിൽ പോലും, അവർ കളവൊന്നുമല്ല പറയുന്നെങ്കിൽ പോലും അവരത് പറയുകയാണെങ്കിൽ അവർക്കാണ് അള്ളാഹു ആ പേരിട്ടത്, നിങ്ങളാണ് ദുർനടപ്പുകാർ. ശരിക്ക് ദുർനടപ്പുകാരെക്കുറിച്ചാണ് ഇവർ പറഞ്ഞത്. ആ സ്ത്രീ ഒരു ദുർനടപ്പുകാരിയാണ് എന്നുള്ള രൂപത്തിൽ നേരിട്ട് കണ്ടതുകൊണ്ട് പറഞ്ഞതായിരിക്കും. പക്ഷേ അള്ളാഹു ഈ ആരോപണം പറഞ്ഞ ആളെയാണ് വിളിച്ചത്, നിങ്ങളാണ് ദുർനടപ്പുകാർ എന്ന്. അത്രത്തോളം ഗൗരവമുണ്ട് മറ്റൊരാളുടെ മേൽ വ്യഭിചാരാരോപണം നടത്തുന്ന കാര്യം. ഇനി ഇവിടെ പറഞ്ഞു 4 സാക്ഷികളെ ഹാജരാക്കണമെന്ന്. ഈ 4 സാക്ഷികളിൽ ഒന്ന് ഈ ആൾ, അതായത് ആരാണോ വ്യഭിചാര ആരോപണം ഉന്നയിച്ചത് പറഞ്ഞത്, അയാളും പിന്നെ 3 പേരും മതി എന്ന് ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. എന്തായാലും 4 സാക്ഷികളെ ഹാജരാക്കിയിട്ടില്ല എങ്കിൽ ഇദ്ദേഹമാണ് കുറ്റക്കാരൻ. ഇനി ഇദ്ദേഹം ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് എതിർ പാർട്ടി, അതായത് ആർക്കെതിരെയാണോ ഈ ഒരു വ്യഭിചാര ആരോപണം ഉന്നയിച്ചത്, അവരത് അംഗീകരിച്ചു കഴിഞ്ഞാൽ, ശരി ഞാനങ്ങനെ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ഇദ്ദേഹത്തിൻ്റെ കൂടെ സാക്ഷികളില്ലെങ്കിലും അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരോപണമല്ല, പിന്നെ ആരോപണം എന്നതിന് പറയാൻ പറ്റില്ല. അപ്പോൾ അത് ആരോപണം അല്ലാതായി മാറി ഇയാൾക്ക് ശിക്ഷ കിട്ടൂല, ഈ ഒരു ആരോപണം ഉന്നയിച്ച ആൾക്ക് ശിക്ഷ കിട്ടൂല, അയാൾ കുറ്റം സമ്മതിച്ചു കഴിഞ്ഞാൽ. ഇനി ഇവിടെ ഉണ്ടാകുന്ന ഒരു സംശയം, ഇപ്പോൾ ഇവിടെ വ്യഭിചാര ആരോപണം നടത്തിക്കഴിഞ്ഞാലുള്ള ശിക്ഷയാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള ആരോപണം അല്ലാത്ത മറ്റെന്തെങ്കിലുമൊക്കെ ആരോപണം ഉന്നയിക്കാമോ, അപ്പോൾ അതിനൊന്നും ശിക്ഷയില്ലേ എന്ന് ചിലർ ചോദിക്കും. അതിനൊക്കെ ശിക്ഷയുണ്ട്, പക്ഷേ ഈ ശിക്ഷയില്ല. ഈ 80 അടി അടിക്കുക എന്നുള്ള രൂപത്തിലുള്ള കാര്യങ്ങളൊന്നും അതിന് വരുന്നില്ല. ആ ഒരു നിർണിതമായ ശിക്ഷ അത് ഇതിനുള്ളതാണ്. ഇങ്ങനെ ഇസ്ലാമിൽ 2 തരം ശിക്ഷകളുണ്ട്. ഒന്ന് കൃത്യമായിട്ട് നിർണിതമായ രൂപത്തിലുള്ള ശിക്ഷകളാണ്. ഇപ്പോൾ എറിഞ്ഞു കൊല്ലുക, കൈവെട്ടുക, ഇങ്ങനെയൊക്കെ അള്ളാഹു കൃത്യമായിട്ട് ചില സാമൂഹ്യ തിന്മകൾക്കുള്ള ശിക്ഷ പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ നടപ്പിലാക്കണം. 100 അടി അടിക്കുക, അത് 100 തന്നെ വേണം, 99 ആവാൻ പാടില്ല, 101 ആവാൻ പാടില്ല. നിർണിതമായ അള്ളാഹു പറഞ്ഞ ശിക്ഷയാണ്. അങ്ങനെയുള്ള ശിക്ഷകളെയാണ് ഹദ്ദ് എന്ന് പറയാം. അതേസമയം നിർണിതമല്ലാത്ത ശിക്ഷകളുണ്ട്. അത് ആ ജഡ്ജിക്ക്, അവിടെയുള്ള ഗവൺമെൻറ്റിന് തീരുമാനിക്കാം എന്ത് ശിക്ഷ കൊടുക്കണം. അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കി അവിടെ എന്താണോ ശിക്ഷ കൊടുക്കാൻ ഏറ്റവും നല്ലതെന്ന് അദ്ദേഹത്തിന് ആ ഒരു കേസ് പഠിച്ചതിന് ശേഷം മനസ്സിലാക്കി ശിക്ഷ വിധിക്കാം. അതിന് തഅസീർ എന്നാണ് പറയാം. അപ്പോൾ 2 തരം ശിക്ഷകളുണ്ട്. അപ്പോൾ വ്യഭിചാര ആരോപണം അല്ലാത്ത ആരോപണങ്ങൾക്കും ശിക്ഷയുണ്ട്, ഈ ശിക്ഷ അല്ലാന്നേ ഉള്ളൂ. ഇപ്പോൾ ഒരാൾ മറ്റൊരാളെ കളവ് പറയുന്നവൻ എന്നാരോപിച്ചു, അല്ലെങ്കിൽ മോഷ്ടാവ് എന്നാരോപിച്ചു, അങ്ങനെയൊക്കെ ഏതെങ്കിലും തരത്തിൽ ആരോപണങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ആ കോടതി തീരുമാനിക്കും എന്ത് ശിക്ഷ കൊടുക്കണം. ഇനി ഒരു നാട്ടിൽ ദുർനടപ്പിൽ ജീവിക്കുന്ന, അതായത് വ്യഭിചാരമൊക്കെ ശീലമാക്കി ജീവിക്കുന്ന ഒരാളുണ്ടെന്ന് വിചാരിക്കുക. അയാൾക്കത് മറ്റുള്ള ആളുകൾ അറിയുന്നതിലും ബുദ്ധിമുട്ടൊന്നുമില്ല, എല്ലാവർക്കും അറിയാം അയാൾ അങ്ങനെയാണ് ജീവിക്കുന്നത്. എന്നാൽ അയാളെക്കുറിച്ച് അയാൾ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ് എന്ന് പറഞ്ഞാൽ അതൊരു ആരോപണമാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ആ തരത്തിൽ ശിക്ഷ വരുന്നില്ല എന്നർത്ഥം. അതേപോലെ ആരെപ്പറ്റിയാണോ ആരോപിച്ചത് അയാൾ ആ കുറ്റം സമ്മതിച്ചു കഴിഞ്ഞാലും ഈ ആരോപിച്ച ആൾക്ക് ശിക്ഷ വരുന്നില്ല. അയാൾക്ക് മറ്റു സാക്ഷികളൊന്നുമില്ല, ഒരാൾ ഒറ്റയ്ക്കുള്ളൂ എന്നുണ്ടെങ്കിൽ പോലും മറ്റേയാൾ കുറ്റം സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ ശിക്ഷ വരുന്നില്ല. അതുപോലെ സൂചന കൊണ്ട് പറഞ്ഞാലും, നേരിട്ട് അയാൾ വ്യഭിചരിക്കുന്നവനാണ് അല്ലെങ്കിൽ അവൾ വ്യഭിചരിക്കുന്നവളാണ് എന്ന് നേരിട്ട് ആ തരത്തിൽ തന്നെ പറഞ്ഞിട്ടില്ലെങ്കിലും മറ്റേതെങ്കിലും തരത്തിൽ, അതായത് സൂചന കൊണ്ട് വ്യംഗ്യമായ രൂപത്തിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ശിക്ഷ നൽകണം എന്നുള്ളതാണ് നല്ലൊരു വിഭാഗം പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത്. ഇപ്പോൾ പല ആളുകളും കുത്തുവാക്കുകളിലൂടെയൊക്കെ മറ്റുള്ള ആളുകളെ പറ്റി പറയും. അത് നേരിട്ട് അവൻ വ്യഭിചരിക്കുന്നവനാണ് അല്ലെങ്കിൽ അവൾ വ്യഭിചരിക്കുന്നവളാണ് എന്ന് പറയുന്നതിന് പകരം മറ്റുള്ള ആളുകൾക്ക് കേട്ടാൽ മനസ്സിലാവും എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത്. ആ തരത്തിൽ ആളുകളെ പറ്റി പറയുന്നവരുണ്ട്, കുത്തുവാക്കുകളിലൂടെ മറ്റുള്ള രൂപത്തിൽ പറയാം. അങ്ങനെ പറയുമ്പോൾ അതിനും ഇതേപോലെയുള്ള ശിക്ഷ, അതായത് ഈ വ്യഭിചാര ആരോപണം നടത്തിയ അതേ ശിക്ഷ തന്നെ അയാൾക്കും കൊടുക്കണം എന്നുള്ളതാണ് നല്ലൊരു വിഭാഗം പണ്ഡിതന്മാരുടെയും അഭിപ്രായം. ഇനി ഒരാൾ ഇത്തരം ആരോപണം ഉന്നയിക്കുമ്പോൾ ആ ആരോപകൻ, അതായത് ആരാണോ ഈ ആരോപണം പറയുന്നത്, ആ ആരോപണം പറയുന്ന ആൾ എങ്ങനെയുള്ള ആളായിരിക്കണം,
അയാൾ പ്രായപൂർത്തിയായ ആളായിരിക്കണം. എന്നാലേ ഈ 80 അടിയുടെ ശിക്ഷ അയാൾക്ക് കിട്ടുള്ളൂ. അയാളുടെ കൂടെ സാക്ഷികളൊന്നും ഇല്ലെങ്കിൽ അയാൾക്ക് ഈ ശിക്ഷ കിട്ടണമെങ്കിൽ അയാൾ പ്രായപൂർത്തിയായ ആളായിരിക്കണം. ഒരു കുട്ടിയാണ് ആരോപണം പറഞ്ഞത്, എന്നിട്ട് കുട്ടി ഒറ്റയ്ക്കേ ഉള്ളൂ, വേറെ സാക്ഷികളൊന്നും ഇല്ലെങ്കിൽ ആ കുട്ടിക്ക് ഈ ശിക്ഷ കിട്ടൂല. ചെറിയ കുട്ടികൾക്ക് കൊടുക്കാവുന്ന മറ്റ് ശിക്ഷകളായിരിക്കും കിട്ടുക. അതുപോലെ ബുദ്ധിയുള്ള ആളായിരിക്കണം. ഒരു ഭ്രാന്തനായ ഒരാളാണ് ഈ തരത്തിൽ പറഞ്ഞത്, എന്നിട്ട് ഭ്രാന്തനായ ആളുടെ കൂടെ മറ്റു സാക്ഷികളൊന്നും ഇല്ല എങ്കിൽ അയാൾക്ക് ശിക്ഷ കൊടുക്കില്ല. സ്വമേധയാ പറഞ്ഞതായിരിക്കണം, ആരുടെയെങ്കിലും ഭീഷണിക്ക് വഴങ്ങി പറഞ്ഞതാവരുത്. ഇപ്പോൾ ഒരാൾ തോക്കൊക്കെ ചൂണ്ടിക്കൊണ്ട് ഒരാളോട് പറയാണ്, നീ അത് കണ്ടു എന്ന് പറയണം, അല്ലെങ്കിൽ നിന്നെ അങ്ങനെ ചെയ്യും എന്ന രൂപത്തിലൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് ഒരാളെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. അങ്ങനെ അയാൾ ആരോപണം ഉന്നയിച്ചു എന്ന് വിചാരിച്ചിട്ട് ആ ആരോപണം ഉന്നയിച്ച ആൾക്ക് ഈ 80 അടിയുടെ ശിക്ഷ കൊടുക്കില്ല. അതേപോലെ ആരോപിതൻ്റെ പിതാവോ പിതാമഹനോ, അതായത് ഉപ്പയോ വല്ലിപ്പയോ ആവാൻ പാടില്ല. അതായത് ഒരാൾക്ക് അയാളുടെ മകനെയോ അല്ലെങ്കിൽ പേരക്കുട്ടിയോ കുറിച്ച് ഈ അപവാദം പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വീകാര്യമല്ല എന്നർത്ഥം. അതേപോലെ ഒരാൾ ഊമയാണെങ്കിൽ അയാൾ ആംഗ്യത്തിലൂടെ പറയുന്നത് സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഹനഫി മദ്ഹബിലൊക്കെ പറയുന്നത്. അതേസമയം ഷാഫി മദ്ഹബിൽ ഊമയാണെങ്കിലും വളരെ വ്യക്തമായ രൂപത്തിൽ ആംഗ്യ ഭാഷയിലൂടെ അത് പറഞ്ഞ് സ്ഥാപിക്കുകയാണെങ്കിൽ അത് സ്വീകാര്യമാണ് എന്നുള്ള അഭിപ്രായമാണുള്ളത്. ഇനി ആരെക്കുറിച്ചാണോ ആരോപിക്കുന്നത് അയാളെ ആരോപിതൻ എന്നാണ് പറയുക. ആ ആരോപിതൻ എങ്ങനെയായിരിക്കണം? പ്രായപൂർത്തി എത്തിയ ആളായിരിക്കണം. ഒരു ചെറിയ കുട്ടിയെക്കുറിച്ചാണ് ഒരാളിങ്ങനെ പറഞ്ഞെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ഈ ശിക്ഷ കൊടുക്കില്ല. ഒരു പ്രായപൂർത്തിയായ ആളെക്കുറിച്ചാണ് പറഞ്ഞതെന്നുണ്ടെങ്കിലാണ് ഈ ശിക്ഷ കൊടുക്കുക. ഒരു ബുദ്ധിയുള്ള ആളെക്കുറിച്ചായിരിക്കണം ഇത് പറഞ്ഞത്. ബുദ്ധിയില്ലാത്ത ഒരു ഭ്രാന്തനെക്കുറിച്ച്, ഒരു ഭ്രാന്തൻ അങ്ങനെ ചെയ്യുന്നത് കണ്ടു എന്നൊരാൾ പറഞ്ഞാൽ ആ പറഞ്ഞ ആൾക്ക് സാക്ഷികളൊന്നും ഇല്ലെങ്കിൽ പോലും ഈ ശിക്ഷയല്ല കൊടുക്കുക, മറ്റ് ശിക്ഷകളാണ് കൊടുക്കുക. ഒരു മുസ്ലിമിനെ കുറിച്ച് ആണ് പറയേണ്ടത്. മുസ്ലിമിനെ കുറിച്ച് അല്ലാതെ പറഞ്ഞാൽ, മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശിക്ഷയല്ല കൊടുക്കുക. മുസ്ലിമിനെ കുറിച്ച് പറഞ്ഞാലാണ് ഈ ശിക്ഷ കൊടുക്കുക. ഒരു സ്വതന്ത്രനെ കുറിച്ച് പറഞ്ഞാലാണ് ഈ ശിക്ഷ ഉണ്ടാവുക. അതായത് ഒരു സ്വതന്ത്രനെ കുറിച്ച് പറഞ്ഞു, എന്നിട്ട് ഈ പറഞ്ഞ രൂപത്തിൽ 4 സാക്ഷികൾ ഹാജരാക്കാൻ പറ്റിയില്ല, അങ്ങനെയാണെങ്കിലാണ് ഈ ശിക്ഷ ഉണ്ടാവുക. ഒരു അടിമയെക്കുറിച്ച് പറഞ്ഞാൽ ഇതല്ല ശിക്ഷ, അതിന് വേറെയാണ് ശിക്ഷ. അതേപോലെ ഏറ്റവും നല്ല രൂപത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം, ആ വ്യക്തിയെക്കുറിച്ചായിരിക്കണം ഈ പറയുന്നത്. അത് സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ, വളരെ നല്ല രൂപത്തിൽ സ്വാലിഹായ രൂപത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു പുരുഷനെക്കുറിച്ചോ ആണ് ഇത് പറയുന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിലാണ് ഈ ശിക്ഷ. അതേസമയം അങ്ങനെ അല്ലാത്ത ഒരാളെക്കുറിച്ചാണ് ഇത് പറയുന്നുണ്ടെങ്കിൽ ഈ ശിക്ഷയല്ല, അതിന് ആ ജഡ്ജി തീരുമാനിക്കുന്ന മറ്റു ശിക്ഷകളാണ് കൊടുക്കുക എന്നർത്ഥം. ഇനി അടുത്ത ആയത്തിൽ അള്ളാഹു പറഞ്ഞു, പശ്ചാത്തപിച്ച് മടങ്ങിയവർക്കൊഴികെ, എന്നിട്ട് അവർ അവരുടെ ജീവിതം നന്നാക്കുകയും ചെയ്തു, അങ്ങനെയുള്ളവർക്കൊഴികെ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾ പശ്ചാത്തപിച്ചു, ഇങ്ങനെയൊക്കെ അദ്ദേഹത്തിന് ഒരു ആരോപണമൊക്കെ ഉന്നയിക്കുന്ന ഒരു സന്ദർഭം വന്നു, അയാൾ ആരോപണം ഉന്നയിച്ചു, അയാൾക്ക് 80 അടിയൊക്കെ കിട്ടി. അങ്ങനെ ആ 80 അടിയൊക്കെ കിട്ടിയ ഒരാൾ പിന്നീട് പശ്ചാത്തപിച്ച് മടങ്ങി. അങ്ങനെ പശ്ചാത്തപിച്ച് മടങ്ങിയാൽ പിന്നെ അയാളുടെ സാക്ഷ്യം സ്വീകരിക്കാൻ പറ്റുമോ? കാരണം ഒരിക്കലും അവരുടെ സാക്ഷ്യം സ്വീകരിക്കരുത് എന്ന് ആദ്യം പറഞ്ഞല്ലോ. പക്ഷേ അടുത്ത ആയത്തിൽ പറയുന്നു പശ്ചാത്തപിച്ച് മടങ്ങിയവർക്കൊഴികെ. അപ്പോൾ പശ്ചാത്തപിച്ച് മടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ സാക്ഷ്യം സ്വീകരിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അള്ളാഹു ഒരാളെക്കുറിച്ച് അവൻ ദുർനടപ്പുകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹ്ക്ക് അവനോടുള്ള വെറുപ്പാണ് കാണുന്നത്. അതുകൊണ്ട് അള്ളാഹിൻ്റെ ശിക്ഷ അവർക്ക് കിട്ടും. നാളെ പരലോകത്ത് ആ ശിക്ഷ കിട്ടുന്ന ആളുകളുടെ കൂട്ടത്തിലേക്കാണ് അവൻ പോകുന്നത്. പക്ഷേ തൗബ ചെയ്യുകയാണെങ്കിൽ, അവൻ പശ്ചാത്തപിച്ച് മടങ്ങുകയാണെങ്കിൽ ആ അവസ്ഥയിൽ നിന്ന് മാറും. ആ കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. നാളെ പരലോകത്തെത്തുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ കോടതിയിൽ അവൻ്റെ മേലിൽ ഉള്ള ആ ഒരു തെറ്റ് അള്ളാഹു മായ്ച്ചു കളയും. അവൻ തൗബ ചെയ്തതുകൊണ്ട് തന്നെ ആ ഒരു തെറ്റ് അവൻ്റെ പേരിൽ പിന്നെ ഉണ്ടാവില്ല. ആ കാര്യത്തിൽ സംശയമില്ല. അതേസമയത്ത് ഈ നാട്ടിൽ വെച്ച് അവൻ്റെ സാക്ഷ്യം സ്വീകരിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ സാക്ഷ്യമൊക്കെ സ്വീകരിക്കുന്ന അത്തരം ആളുകളുടെ കൂട്ടത്തിലേക്ക് അവൻ വന്നോ എന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് അങ്ങനെയുള്ള ആളെ ഒരിക്കലും മരണം വരെയും പിന്നെ അവരുടെ സാക്ഷ്യം സ്വീകരിക്കാൻ പറ്റില്ല. ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് പശ്ചാത്തപിച്ച് മടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സാക്ഷ്യം സ്വീകരിക്കാം, കാരണം അദ്ദേഹം നല്ല വ്യക്തിയായി മാറി. നമുക്ക് ഈ 2 ആയത്തുകളിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. വല്ലസീന യർമൂനൽ മുഹ്സനാത്തി സുമ്മ, മീമിൻ്റെ ശബ്ദം മണിക്കണം, ലം യതൂബി അർബഅത്തി ശുഹദാ. അവിടെ ദാ എന്നുള്ള മദ്, അതിനുശേഷം അ എന്നുള്ള ഹംസ. ഈ മദ്ദും ഹംസയും അടുത്തടുത്താണ്, ഒരേ പദത്തിൻ്റെ ഉള്ളിലാണ്. അതുകൊണ്ട് അവിടെ നിർബന്ധമായും 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടണം. മദ് മുത്തസിൽ എന്നാണ് അതിന് പറയാം. ഫജ്ലിദൂഹും, ജീമിന് സുക്കൂന് കൽക്കലത്തിൻ്റെ അക്ഷരമാണ് എടുത്ത് പറയണം. ഫജ്ലിദൂഹും, ജ് എന്നുള്ളത് വെളിവായി കേൾക്കണം. ഫജ്ലിദൂഹും സമാനീന ജൽദതൗ വ, അവിടെ വാവിൻ്റെ മുമ്പ് തൻവീന് വന്നു.
ആ തൻവീനിനെ വാവിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക. ഇദ്ഗാം ബിഗുന്ന. അപ്പോൾ ജൽദത്തൗവ. വലാ തഖ്ബലു, ഖാഫിന് സുക്കൂന്, അതും കൽക്കലത്തിൻ്റെ അക്ഷരമാണ്, എടുത്ത് പറയണം, വെളിവാക്കി പറയണം. തഖ്ബലു, ഖ് എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. തഖ്ബലു ലഹും ഷഹാദത്തൻ അബദ. ഷഹാദത്തൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീന്, ശേഷം ഹംസയാണ്. ഹംസയുടെ മുമ്പ് തൻവീന് വന്നാൽ അതിനെ ഇൽഹാർ ചെയ്യണം. അവിടെ എൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. അപ്പോൾ ഷഹാദത്തൻ അബദ. അബദൻ എന്ന് കഴിഞ്ഞിട്ട് അവിടെ ഒരു ജീമുണ്ട്. അവിടെ പാരായണം നിർത്താം, നിർത്താതെയും ഓതാം, രണ്ടിനും ഒരേ പ്രാധാന്യം. നിർത്തുകയാണെങ്കിൽ അബദൻ എന്നുള്ളത് അബദാ എന്ന് പറഞ്ഞിട്ടാണ് നിർത്തുക. കാരണം ഫതഹ് തൻവീനുള്ള സ്ഥലത്ത് നിർത്തേണ്ടി വന്നാൽ അത് ഫതഹ് ആക്കിയിട്ട് രണ്ടക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടുകയാണ് ചെയ്യുക. മദ് 70 എന്നാണ് അതിന് പറയാം. അപ്പോൾ അബദാ എന്ന് പറഞ്ഞ് നിർത്തും. നിർത്താതെ ഓതുകയാണെങ്കിൽ അബദൗവ. കാരണം തെൻവീന് ശേഷം വാവ് വന്നു, ആ തെൻവീനിനെ വാവിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക. ഇദ്ഗാം ബിഗുന്ന. അപ്പോൾ അബദൗവ. വ ഉലൈക. ഒരേ പദത്തിൻ്റെ ഉള്ളിൽ മദ്ദും ഹംസയും അടുത്തടുത്ത് വന്നു. ലാ എന്നുള്ള മദ്, ഇ എന്നുള്ള ഹംസ, അത് അടുത്തടുത്താണ്, ഒരേ പദത്തിലാണ്. അപ്പോൾ മദ് മുത്തസിൽ നിർബന്ധമായും 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടണം. വ ഉലൈക ഹുമുൽ ഫാസിഖൂൻ. അവസാനത്തെ നൂനിന് സുക്കൂനിട്ടിട്ട് നിർത്തുക. തൊട്ട് മുമ്പത്തെ നീട്ടിൽ 6 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള മദ് ആയത്. അടുത്ത ആയത്ത് ഇല്ലല്ലസീന താബു മിൻ ബഅദി. ബാഇൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന് വന്നു. ബാഇൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന് വന്നാൽ ആ നൂനിനെ മീമിൻ്റെ ശബ്ദമാക്കി മാറ്റണം. അപ്പോൾ എൻ എന്നല്ല എം. മിൻ എന്നുള്ളതിന് പകരം മിം. അത് സാവകാശമുള്ളൊരു മീമിലേക്ക് പോവുക. അതിനെ ഇഖ്ലാബ് എന്നാണ് പറയാം. ഒരക്ഷരത്തെ മറ്റൊരക്ഷരമാക്കി മാറ്റിമറിക്കുന്നതിനാണ് ഇഖ്ലാബ് എന്ന് പറയാം. അപ്പോൾ മിൻ ബഅദി ദാലിക വ അസ്ലഹു ഫ ഇന്ന, നൂനിൻ്റെ ശബ്ദ മണിക്കുക. ഫ ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. ഗഫൂറുൻ, അവിടെ തൻവീന് വന്നു അവസാനത്തിൽ. ശേഷം വരുന്ന അക്ഷരം റഹീം എന്നുള്ളതിൻ്റെ തുടക്കത്തിലെ റാ ആണ്. റാഇൻ്റെ മുമ്പ് തെൻവീന് വന്നാൽ, റാഇൻ്റെയോ ലാമിൻ്റെയോ ഒക്കെ മുമ്പ് തെൻവീന് വന്നാൽ ആ തെൻവീനിനെ ആ റായിലേക്ക് പൂർണ്ണമായിട്ടും ലയിപ്പിക്കണം, മണിക്കാൻ പാടില്ല. അപ്പോൾ എങ്ങനെ പറയാം? ഗഫൂറു എന്ന് പറഞ്ഞിട്ട് അടുത്ത റായിന് ശബ്ദം കൊടുത്താൽ മതി. ഗഫൂറുർ റഹീം. ഗഫൂറുൻ എന്ന് പറയില്ല, ഗഫൂറുർ റഹീം. അതിന് ഇദ്ഗാം ബിലാ ഗുന്ന അല്ലെങ്കിൽ ഇദ്ഗാം ബിഗൈരി ഗുന്ന എന്നാണ് നിയമത്തിൻ്റെ പേര്. റഹീം, അവസാനത്തെ മീമിനെ സുക്കൂനിട്ട് നിർത്തുക. തൊട്ട് മുമ്പുള്ള നീട്ടിൽ 6 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള മദ് ആയത്. നമുക്ക് ഈ 2 ആയത്തുകളൊന്ന് പാരായണം ചെയ്യാം, ശേഷം ഗ്രാമർ പറയാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വല്ലസീന യർമൂനൽ മുഹ്സനാതി സുമ്മ ലം യഅ്തൂ ബിഅർബഅതി ശുഹദാഅ ഫജ്ലിദൂഹും 80 ജൽദ. فجلدوهم 80 جلدة ولا تقبلوا لهم شهادة أبدا وأولئك هم الفاسقون إلا الذين تابوا من بعد ذلك وأصلحوا فإن الله غفور رحيم. ഗ്രാമർ നോക്കുകയാണെങ്കിൽ വല്ലസീന യർമൂന എന്ന് പറയുമ്പോൾ അവർ ആരോപണം ഉന്നയിക്കും, അല്ലെങ്കിൽ അവർ ആരോപണം ഉന്നയിക്കുന്നു. ആരെപ്പറ്റി? ആരെക്കുറിച്ച്? അൽ മുഹ്സനാത്തി, സൽവൃത്തകളായ ചാരിത്രവതികളായ സ്ത്രീകളെക്കുറിച്ച്. അപ്പോൾ അത് മഫ്ഊലും ബിഹിയാണ്, അല്ലെങ്കിൽ ഒബ്ജക്റ്റാണ്, കർമ്മാണ്. മഫ്ഊലും ബിഹിക്ക് എപ്പോഴും ഇറാബ് നസ്ബായിരിക്കും, സാധാരണഗതിയിൽ ഫത്തഹ് കൊണ്ടോ ഫത്തഹ് തൻവീൻ കൊണ്ടോ. പക്ഷേ എപ്പോഴും അങ്ങനെയല്ല. ഇപ്പോൾ അലിഫും താവും വരുന്ന അവസാനത്തിൽ വരുന്ന ബഹുവചന സ്ത്രീലിംഗ രൂപങ്ങൾ, അതിന് ജമ്മ് മുഅന്നസ് സാലിം എന്ന് പറയും. ഇപ്പോൾ ഇവിടെ അങ്ങനെ വന്നത്. അത്തരം പദങ്ങൾക്ക് നെസ്ബ് കൊടുക്കേണ്ടി വന്നാൽ അവിടെ നമ്മൾ കെസർ കൊണ്ട് തന്നെയാണ് നെസ്ബിനെ സൂചിപ്പിക്കുക, ഫത്ത് ഇടാൻ പറ്റില്ല. അപ്പോൾ മുഹ്സനാത്ത എന്ന് പറയില്ല, മുഹ്സനാത്തി എന്നാണ് പറയുക. അത് നെസ്ബ് കിട്ടിയ അവസ്ഥയിലാണെങ്കിലും കെസർ കൊണ്ടാണ് അതിനെ സൂചിപ്പിക്കുക. സുമ്മല്ലം യഅ്തൂ, അതാ യഅ്തൂന എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ഒരു നൂനുണ്ട്. ആ നൂന് പോവും അതിൻ്റെ മുമ്പിൽ ലെമ്മ് വന്നാൽ. കാരണം ലെം വന്നു കഴിഞ്ഞാൽ ലെമ്മിന് ശേഷം വരുന്ന മുളാരിയായിട്ടുള്ള ക്രിയകൾക്ക് ജസ്മ് കിട്ടുന്ന പറയാം. ജസ്മ് സാധാരണഗതിയിൽ സുക്കൂന് കൊണ്ടാണ് സൂചിപ്പിക്കുക, പക്ഷേ എപ്പോഴും അങ്ങനെയല്ല. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ അതിൻ്റെ അവസാനത്തെ നൂന് പോവുക ചെയ്യുക. അപ്പോൾ ലം യഅ്തൂ, ശരിക്ക് യഅ്തൂന എന്നാണ്, അത് ലം വന്നപ്പോൾ ലം യഅ്തൂ എന്നായി മാറി. ബി അർബഅത്തി, ബി എന്നുള്ളത് ഹർഫ് ജറാണ്. ബിക്ക് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കിട്ടും, സാധാരണ കസ്ർ കൊണ്ടോ കസ്ർ തൻവീൻ കൊണ്ടോ. അതുകൊണ്ടാണ് ബി അർബഅത്തി അവസാനത്തിൽ കസ്ർ വന്നത്, ബി വന്നതുകൊണ്ടാണ്. ശുഹദാ ഫജ്ലിദൂഹും 80 ജൽദത്തൻ വലാ തഖ്ബലൂ ലഹും ഷഹാദത്തൻ.
വലാ തഖ്ബലു നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്യരുത് എന്ത് ഷഹാദത്തൻ. അപ്പോൾ ആ ഷഹാദത്ത് എന്നുള്ളത് മഫ്ഊലും ബിഹിയാണ്, അല്ലെങ്കിൽ ഒബ്ജക്റ്റാണ്, കർമ്മാണ്. അതിന് നസ്ബായിരിക്കും. സാധാരണഗതിയിൽ ഫത്ത് കൊണ്ടോ ഫത്ത് തൻവീന് കൊണ്ടോ. ഇവിടെ ഫത്ത് ഇടാൻ പറ്റുന്ന അല്ലെങ്കിൽ ഫത്ത് തൻവീൻ ഇടാൻ പറ്റുന്ന ഒരു പദമാണ്. അതുകൊണ്ടാണ് ഷഹാദത്തൻ അവസാനത്തിൽ തൻവീൻ ഇട്ടത്. വ ഉലായിക ഹുമുൽ ഫാസിഖൂൻ ഇല്ലല്ലദീന താബു മിൻ ബഅദി. മിൻ എന്നുള്ളത് ഹർഫ് ജറാണ്. മിന്നിന് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കിട്ടും. മിൻ ബഅദി, അതുകൊണ്ടാണ് ബഅദി അവസാനത്തിൽ കസ്ർ ഇട്ടത്. വ അസ്ലഹു ഫ ഇന്നല്ലാഹ. ഇന്ന അന്ന കഅന്ന പോലെയുള്ള ചില പദങ്ങളുണ്ട്. ആ പദങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം വരുന്ന ഇസ്മ്, അതായത് ആ ഇന്ന എന്തിനെക്കുറിച്ചാണോ പറയുന്നത് അത്തരം ഇസ്മുകളെ ഇന്നയുടെ ഇസ്മ എന്ന് പറയും. ആ ഇന്നയുടെ ഇസ്മുകൾക്ക് എപ്പോഴും ഇറാബ് നസ്ബായിരിക്കും. അപ്പോൾ ഇന്നല്ലാഹ എന്നാ പറയുക, ഇന്നല്ലാഹു എന്ന് പറയില്ല, ഇന്നല്ലാഹ. അതിനുശേഷം പിന്നെ അതിൻ്റെ ഒരു വിവരണം വരികയാണെങ്കിൽ അത് ഇന്നയുടെ ഖബറാണ്. ഇന്നയുടെ ഖബറിന് എപ്പോഴും ഇറാബ് റഫ് ആയിരിക്കും, സാധാരണ ലമ്മ് കൊണ്ടോ ലമ്മ് തൻവീൻ കൊണ്ടോ. അപ്പോൾ ഇവിടെ ആ ഗഫൂറുൻ എന്നുള്ള പദം ഇന്നയുടെ ഖബറാണ്. അള്ളാഹു എന്നുള്ള പദം ഇന്നയുടെ ഇസ്മാണ്. ഗഫൂർ എന്നുള്ള പദം ഇന്നയുടെ ഖബറാണ്. ഇന്നയുടെ ഇസ്മിന് നസ്ബായിരിക്കും, ഫത്ത് കൊണ്ടോ ഫത്ത് തൻവീനും കൊണ്ടോ. ഇന്നയുടെ ഖബറിന് റഫ് ആയിരിക്കും, ലമ്മ് കൊണ്ടോ ലമ്മ് തൻവീനും കൊണ്ടോ സാധാരണഗതിയിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നല്ലാഹ ഗഫൂറുൻ എന്നെഴുതിയത്. ഇനി ആ ഗഫൂർ എന്നുള്ള പദത്തിൻ്റെ വിശേഷണമാണ് റഹീം എന്നുള്ളത്. അതുകൊണ്ട് ഗഫൂർ റഹീം രണ്ടും ഒരേപോലെ എഴുതിയിട്ടുണ്ടാവും. ഗഫൂറുൻ റഹീമുൻ. ഗഫൂർ എന്നുള്ളതിൻ്റെ മുമ്പിൽ അലിഫ്ലാമില്ല, റഹീം എന്നുള്ളതിൻ്റെ മുമ്പിലും അലിഫ്ലാമില്ല. അപ്പോൾ രണ്ടും ഒരേ രൂപത്തിൽ എഴുതിയത് ഒന്ന് മറ്റൊന്നിൻ്റെ വിശേഷണമാണ്, ഗഫൂർ റഹീം. ഇത്രയും കാര്യങ്ങളാണ് ഈ രണ്ട് ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.